കുട്ടനാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജിന്റെ വികസന ഏകോപന സമിതി യോഗം ചേർന്നിട്ട് 17 മാസമായി. ഈ മാസം 6-ന് യോഗം ചേരാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ അസൗകര്യത്തെ തുടർന്ന് മാറ്റിവെച്ചു. പാക്കേജ് പ്രഖ്യാപിച്ച 6 വർഷം കഴിഞ്ഞിട്ടും നടപ്പാകാത്തതിന്റെ പ്രധാന കാരണം വികസന സമിതി യോഗം ചേരാത്തതാണ്. ഈ അവസ്ഥ തുടർന്നാൽ കുട്ടനാട് പാക്കേജ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങും. വിവരങ്ങളുമായി ആർ ഷിജിത്ത്, കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതാണ്. തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കുട്ടനാട് മുങ്ങിപ്പോകും. എന്താണ് പരിഹാരം? അനികേഷ്, തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉള്ള വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടനാട് നേരിടുന്നുണ്ട്. ഈ കുട്ടനാടിന്റെ ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് രണ്ടാം കുട്ടനാട് വികസന പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. 2018 ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണ ബോർഡ് സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ഇതിന് നിർദ്ദേശപ്രകാരം കുട്ടനാട് വികസന സമിതിയും സാങ്കേതിക സമിതിയും രൂപീകരിച്ച് ഉത്തരവായി. 3000 കോടി രൂപ അടങ്കലുള്ള ഈ പദ്ധതിയുടെ 2000 കോടി രൂപയുടെ പദ്ധതി ഇറിഗേഷൻ ജലസേചന വകുപ്പിനാണ് ഉള്ളത്. കൃഷി വകുപ്പിന് ഏതാണ്ട് 300 കോടി രൂപയുടെ പദ്ധതികളാണ് കൃഷി വകുപ്പ് നടപ്പാക്കേണ്ടത്. ബാക്കി വിവിധ വകുപ്പുകൾ ഏകോപിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. ഈ പദ്ധതികൾക്ക് അംഗീകാരം നൽകുകയും അതിന് പണം അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സമിതിയാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായ കുട്ടനാട് വികസന ഏകോപന സമിതി. ഈ സമിതി യോഗം ചേർന്നിട്ട് ഏതാണ്ട് 18 മാസത്തോളമാകുന്നു. മുഖ്യമന്ത്രിയുടെ അസൗകര്യം മൂലം പലതവണയായി ഈ യോഗങ്ങൾ മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പല കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെങ്കിലും അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഈ സമിതി യോഗം ചേർന്ന് അംഗീകാരവും തീരുമാനങ്ങളും വേണം. ഈ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാത്തതിന് കാരണം യോഗം ചേരാത്തതാണ്. 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന യോഗം സമാനമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത അസൗകര്യം മൂലം മാറ്റിവെച്ചു. പ്ലാനിംഗ് ബോർഡ് ഇടയ്ക്ക് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ വെച്ചു. അതിന്മേൽ പിന്നീട് അടുത്ത യോഗങ്ങൾ മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജൂൺ 6-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതും അവസാന നിമിഷം മാറ്റി. അജണ്ട നോട്ടടക്കമുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായ ശേഷമാണ് ഈ യോഗം മാറ്റിവെച്ചത്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന മൂലം പാക്കേജ് എന്ന് നടപ്പിലാക്കുമെന്ന് പറയാൻ കഴിയാത്ത തരം ഒരു അനിശ്ചിതത്വമാണ് ഉണ്ടാകുന്നത്. നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ ഇത് വലിയ തോതിലുള്ള ആശങ്കകളാണ് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ആർ ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.